Hello everyone. Next is a popular novel, famous novel, White Teeth by Zadie Smith. Hope the screen is visible. So this is a novel. And Zadie Smith was a British author. This is her first book, first novel that was published in 2000, and it received numerous awards, including the Guardian First Book Award, Literate First Novel Award, Orange Prize for Fiction, Commonwealth Writers' Prize for the Best Book, overall winner, Authors Club First Novel Award, 2 Emma Awards for the Best Novel. And this book has been translated into over 20 languages, and it was also adapted for screening in Channel 4 television. So the sum total is this is a very acclaimed work. Okay, so these are her other works: The Autograph Man, another novel in 2002, then On Beauty in 2005. She has also written numerous short stories and also non-fiction. Coming to the novel, this is actually the story of friendship between Archie Jones and Samad Iqbal. Archie Jones is an Englishman. His real name is Alfred Archibald Jones. And so Archie, that is the main name that we come across, Archie and Samad. Okay, Samad Iqbal. So this is a friendship story between Archie Jones and Samad Iqbal. Samad Iqbal, as the name suggests, he is a Muslim and he is a Bangladeshi. ഇവരെങ്ങനെയാണ് കണ്ടുമുട്ടുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ 1945 വാർ ടൈം ഫ്രണ്ട്സ് ആയിരുന്നു ഇവർ. ആർച്ചി വാസ് എ മിലിറ്ററി ടാങ്ക് ഡ്രൈവർ. ഈ പട്ടപ്പേര് പോലെ വിളിക്കുന്നത് സാപ്പർ ജോൺസ് എന്നായിരുന്നു. സമദിന്റെ ഇരട്ടപ്പേര് പ്രൈവറ്റ് ഇക്ബോൾ. ഇക്ബാൽ എന്നുള്ളത് ഇക്ബോൾ, ആർച്ചിയെ സാപ്പർ ജോൺസ് എന്ന്. അപ്പം കളിയാക്കി വിളിക്കുന്ന രണ്ട് പേരുകളായിട്ട്. ഓക്കെ, ആർച്ചി ടാങ്ക് ഡ്രൈവർ ആയിരുന്നു. സമദ് വാസ് എ റേഡിയോ ഓപ്പറേറ്റർ. So what happens is both of them had to travel in one military tank where there were others. 5 of them were going, and when they reached a small village, a Bulgarian village that bordered Greece and Turkey, the engine broke. Tank കേടായിട്ട് ഇവർ രണ്ടുപേരും സമദും ആർച്ചിയും ആ ഒരു റൂറൽ വില്ലേജിൽ കുറച്ചുള്ളിലേക്ക് നടക്കാനൊക്കെ പോയി. കുറേ നേരം അവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉള്ളിടത്ത് സമയമൊക്കെ ചിലവഴിച്ച് തിരിച്ചു വരുമ്പോഴേക്കും കൂടെയുള്ള 3 പേരെയും ആരോ കൊന്നിട്ടിരിക്കുന്ന കാണും. ഇറ്റ്സ് എ വേൾഡ് വാർ ടൈം. സോ ഓൾ ദ 3 fellow travelers were murdered and they too escaped somehow. And they were trapped in that village for a few days. അവർക്ക് റേഡിയോ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ ട്രാപ്ഡ് ആയി എങ്ങനെയെങ്കിലും ഒക്കെ സർവൈവ് ചെയ്യുമ്പോഴാണ് they get to know that there is a Dr. Sikh, also called Dr. Perret എന്ന് പറയുന്ന ഒരാളെ തപ്പി റഷ്യൻ സോൾജിയേഴ്സ് അവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ആൻഡ് they were actually in search of Dr. Sikh or Dr. Perret. ഇദ്ദേഹം ഒരു നാസി സിമ്പതൈസർ ആണ്. യു നോ വാട്ട് ഹാപ്പൻഡ് ഡ്യൂറിങ് ദി സെക്കൻഡ് വേൾഡ് വാർ അല്ലെ. ഹിറ്റ്ലറുടെ നാസി റെഷീം അല്ലെങ്കിൽ നാസി സോൾജിയേഴ്സ് they wanted to erase the Jewish people, അല്ലെ, ജൂതന്മാര്. കാരണം അവര് ബൈ ദെയർ ബർത്ത് അവർ പ്യുവർ റേസ് അല്ല, അവർ ആര്യൻ റേസ് അല്ല എന്നുള്ള കാരണം അവരെല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലും ഒക്കെ ആയി കൊല്ലാനും ലേബറേഴ്സ് ആയിട്ടും ഒക്കെ പാക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. സോ ദിസ് ഡോക്ടർ സിഖ്, ഹി വാസ് ഫേമസ് ഇൻ യൂജനിക്സ്. യൂജനിക്സ് എന്ന് പറഞ്ഞ ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ്റെ ഒരു സ്റ്റഡിയാണ്. വേർ they made scientific experiments to create a specific type of race, RACE, ഒരു ടൈപ്പ് വംശം ഉണ്ടാക്കാൻ. എന്ന് വെച്ചാൽ വേണ്ട ക്വാളിറ്റീസും ആട്രിബ്യൂട്ട്സും മാത്രമുള്ള ഒരു വംശത്തെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ജനതയെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു സ്റ്റഡിയാണ് യൂജനിക്സ്. സോ ഇങ്ങനെയുള്ള ഒരാള് നാസി സിമ്പതൈസർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കൂട്ടക്കൊലയ്ക്ക് കൂട്ടു നിൽക്കുന്ന ഒരാള്. അപ്പോൾ ആക്ച്വലി സമദ് ഇക്ബാൽ ഈസ് വെരി റിലീജിയസ്, മുസ്ലിമാണ്, ഡിവോട്ട് റിലീജിയസ് മാൻ ആണ്. He actually wanted to kill Dr. Sikh. കാരണം ഇങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വേർതിരിച്ച് കാണുന്നതിനോട് അദ്ദേഹത്തിന് ഒട്ടും യോജിപ്പില്ലായിരുന്നു. സോ ഈവൻ ദോ ഹി വാസ് വെരി റിലീജിയസ്, ഹി തോട്ട് ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി ടു കിൽ ദിസ് ഡോക്ടർ സിഖ്. കാരണം ഇനിയുള്ളവര് ഇയാൾ കാരണം അനുഭവിക്കരുത്, ഇയാളുടെ കണ്ടുപിടുത്തങ്ങൾ കാരണം അനുഭവിക്കരുത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ബട്ട് ഹി കുഡിന്റ്. അത് പിന്നെ എന്തായെന്ന് പറയുന്നില്ല. പിന്നെ after a few days they see Russian soldiers merrymaking,
spending happy moments, shouting in joy. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് the world war is over. And Samath calls Archie pug dog. സ്നേഹത്തോടെ pug dog എന്ന് വിളിക്കുന്നുണ്ട്. Pug നിങ്ങൾക്ക് അറിയാലോ. So in a sense, they have developed a friendship between both of them. കാരണം Archie Jones is an Englishman. ബംഗ്ലാദേശി. ഫസ്റ്റ് വേൾഡ് തേർഡ് വേൾഡ് എന്നുള്ളൊരു അല്ലെങ്കിൽ കോളനൈസ്ഡ് കൺട്രീസിൽ നിന്ന് വരുന്നവരെന്നുള്ളൊരു ഭാവമൊന്നും ഇല്ലാതെ ആർച്ചി വാസ് വെരി സിമ്പിൾ അൺപ്രിറ്റൻഷ്യസ്. അപ്പൊ അങ്ങനെയാണ് അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് സൂൺ ആഫ്റ്റർ ദ വാർ ദേ പാർട്ട് വേസ്. ആർച്ചി he tried to get a job as a war correspondent, but he couldn't. Later he joins a printing firm called Morgan Hero, and he starts designing brochures and leaflets. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഹീസ് ഓൾസോ ട്രാക്ക് സൈക്ലിസ്റ്റ്. ഇന്ന റെക്കോർഡൊക്കെ ഉള്ള ഒരു സൈക്ലിസ്റ്റ് കൂടിയാണ് ആർച്ചി ജോൺസ്. സമത് ഇക്ബാൽ ആവട്ടെ, he had no other way but he joined as a waiter at a hotel. അത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു കസിൻ നടത്തുന്ന ഹോട്ടലാണ്. പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അയാളുടെ ഒരു വളരെ മോശപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡാണ് കസിന് ഇക്ബാലിനോട് കാണിച്ചുകൊണ്ടിരുന്നത്. സോ ഹി വാസ് നോട്ട് വെരി ഹാപ്പി വിത്ത് ദി ജോബ്. പക്ഷെ ഹി ഹാഡ് ടു കണ്ടിന്യൂ ഫിനാൻഷ്യൽ കാര്യത്തിന് വേണ്ടി continued the job. So the novel opens with Archie Jones his New Year resolution. എന്താ മരിക്കാൻ പോവാ, ആത്മഹത്യ ചെയ്യാൻ പോവാ. കാരണം at the opening of the novel he is 47 years old. 47 വയസ്സുള്ള ആർച്ചി ജോൺസ് കഴിഞ്ഞ 30 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം വൈഫുമായിട്ടോ ഫീലി ആയിട്ടുണ്ടായിരുന്ന ബന്ധം വേർപെടുത്തി. She wanted a divorce from him and she divorced. And his New Year resolution, after tossing a coin വെച്ചിട്ടാണ് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. He decides he will attempt a suicide. And മരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്താ, ഇതുവരെ പോവാത്ത ഒരു അൺഫെമിലിയർ പ്ലേസ് ആണ് ക്രിക്കിൾവുഡ് ബ്രോഡ്വേ. അത് ടൗണിലുള്ള ഒരു സ്ഥലം. And on Jan 1st, 1975, he decides he would end his life because his wife has abandoned him. Upon feeling so lost and meaningless, he decides to end his life. ആൻഡ് അതിന് മുന്നേ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹി വിസിറ്റ്സ് ഹിസ് മാരിറ്റൽ ഹൗസ്. കല്യാണം കഴിഞ്ഞ് അവർ താമസിച്ചിരുന്ന വീട് പോയി വേണ്ട സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ആൻഡ് നൗ ദ ഹൗസ് ഇസ് ഓക്കുപൈഡ് ബൈ ഹിസ് എക്സ് വൈഫ് ആൻഡ് ഹെർ റിലേറ്റീവ്സ്. അപ്പം അവിടെ നിന്ന് വന്ന് പിന്നെ കാണുന്നത് സമദിനെ വരുന്ന വഴിക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സമദ് ഇസ് ഹാപ്പിലി മാരീഡ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് ഹീസ് ഡ്രസ്ഡ് വെൽ ആൻഡ് ഹീ tries to suffocate himself in a car. കാറിൽ സ്വയം ശ്വാസം മുട്ടി മരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിലൊരു മനോഹരമായിട്ടുള്ളൊരു എന്താ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, he says it's like നിങ്ങളൊരു പെയർ ഓഫ് ഷൂസ് വാങ്ങാണ്. ഓക്കെ, see it's like he compares his 30-year long marriage like buying a pair of shoes, taking them home and finding that they do not fit. അല്ലെ, ഒരു കടയിൽ പോയി ഇഷ്ടപ്പെട്ട് ഒരു ജോഡി ഷൂസ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് പാകമാവുന്നില്ല എന്ന് അറിയും. So that is how he compares his 30-year long marriage. Okay, then and another of his statement is he decides that people from cities should die in cities. അല്ലാതെ വളരെ ഇഡലിക്കായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ് ഏരിയാസ് ഒന്നും പോകേണ്ട കാര്യമില്ല. സിറ്റീസ് എന്നുള്ളവർ സിറ്റിയിൽ തന്നെ മരിക്കണം. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ഹിസ് ഡിസിഷൻ ടു ഡൈ ഇസ് ബീയിങ് ഇന്റർഫിയർഡ് ബൈ എ പേഴ്സൺ കോൾഡ് മോ ഹുസൈൻ ഇസ്മയിൽ. ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു ഇറച്ചി കച്ചവടക്കാരൻ, ബുച്ചർ. അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അയാളുടെ സ്ഥലത്താണ് ഇയാൾ കാറ് നിർത്തിയിട്ട് മരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. സോ ഇൻ എ വേ ഹി സേവ്സ് ഹിം. അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അയാളെ രക്ഷിക്കണം, ഒരു ജീവനെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല, ഇത് സംഭവിച്ചു പോയതാണ്. ഹി സേസ് യു ഗോ ആൻഡ് ഡൈ സംവെയർ എൽസ്. ഇത് എന്റെ സ്ഥലമാണ്, മേ ബി യു ബ്ലീഡ് യുവർ സെൽഫ് ബിഫോർ ഡെത്ത്. കാരണം അല്ലെങ്കിൽ ഇയാളുടെ തലയിൽ വരുമല്ലോ കുറ്റം. അപ്പൊ ആ ഒരു മൊമെന്റിലാണ് ഇയാൾക്ക് ജീവിക്കണം എന്നുള്ളൊരു റിയലൈസേഷൻ വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ്മയിൽ ഈസ് എ വെരി ജയന്റ്, ഒരു ബൾക്കി മാൻ ആണ്, വെരി റഫ് ആൻഡ് വെരി പ്രാക്ടിക്കൽ. അതിൽ പറയുന്നുണ്ട് വീടിന്റെ ജനൽപ്പടിയില് പ്രാവുകൾ വന്നിരിക്കുന്നത് കാരണം അവിടെയൊക്കെ വൃത്തികേടാക്കുന്നത് കൊണ്ട് ഹി യൂസ് ടു കിൽ ദം. ഈ ക്ലീനറൊക്കെ വെച്ച് അതിനെ പറ്റുമ്പോഴൊക്കെ കൊല്ലാറുണ്ട്. സോ അങ്ങനെ ഒരു ടൈപ്പ് പേഴ്സൺ ആണ് ഇസ്മയിൽ. ഓക്കെ, സോ ഹൗ ഹി സേവ്സ് ആർച്ചി ഇസ് ദാറ്റ്
He asked him to go somewhere else and die. അല്ലെങ്കിൽ കുറച്ച് ബ്ലീഡിങ് അല്ലെങ്കിൽ യു ഹാവ് ടു ബ്ലഡ് ടു ഡെത്ത് എന്ന് പറയും. ആ ഒരു മൊമെന്റ് ആണ് ഇദ്ദേഹം റിയലൈസ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, he at that moment he realizes he has extra time, അല്ലേ, കുറച്ചുകൂടെ ജീവിക്കണം എന്നൊരു തോന്നൽ വരുന്നു. And he takes a car and drives away to unfamiliar places. ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്ത് അയാൾ പോകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം അദ്ദേഹം ഓർക്കുന്നത്, there was a Swedish gynecologist he's friends with called Holst Ibelgaard. ലണ്ടൻ ഒളിമ്പിക്സിൽ ഞാൻ പറഞ്ഞു ഇയാളൊരു സൈക്ലിസ്റ്റ് കൂടിയാണ്. അപ്പൊ 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ സൈക്ലിംഗ് കോമ്പറ്റീഷന് പോകുമ്പോൾ പരിചയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റ് ആണ് ഹോൾസ്റ്റ് ഇബൽഗോക്സ്. അപ്പൊ അവിടെ വെച്ച് ഷീ സെറ്റ്സ് അപ്പ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് കോൾഡ് ഡാരിയ, ആൻഡ് he is actually infatuated with Daria. Daria എന്ന് പറയുന്നത് വളരെ സ്കിന്നി ആയിട്ട് ഒരു ഉള്ളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ somehow he falls in love with her. അന്ന് ആ കുട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ പോയതിൽ ഇയാൾക്ക് ദുഃഖമില്ല, റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്നയാൾ റിയലൈസ് ചെയ്യും. ഓക്കെ. പിന്നെ ഈ ഇഷ്മയിലിനെ കുറിച്ച് പറയുന്നത്, he later joins കെവിൻ. കെവിൻ എന്ന് പറയുന്ന ഒരാളല്ല, ഇറ്റ്സ് an organization. Keepers of the eternal and victorious Islamic nation. നമ്മൾ ഒരു ഫണ്ടമെന്റലിസ്റ്റ് ഒരു ബിലീഫ് പറയില്ലേ, മത തീവ്രവാദം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഈ അറ്റം ഒരു റിലീജിയസ് ഫെനറ്റിസിസം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു റിലീജിയൻ ആണ് എല്ലാം എന്ന് സ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു റിലീജിയന് കൂടെ റിഡംഷൻ കിട്ടൂ എന്നുള്ള ഒരു എക്സ്ട്രീം ബിലീഫാണ്. ഓക്കെ, അതാണ് കെവിന്റെ മെമ്പേഴ്സ്. സോ ദിസ് ഇഷ്മയിൽ ഓൾസോ ജോയിൻസ് ദിസ് ഓർഗനൈസേഷൻ ഓഫ് കെവിൻ. Then what happens is Archie he meets Clara. Clara എന്ന് പറയുന്നത് ഒരു എന്താ ലേഡി, ജമൈക്കൻ ലേഡിയാണ്. ഓക്കെ, വേർ she already has a boyfriend. അത് ബ്രേക്കപ്പ് ആയതിന്റെ സങ്കടത്തിലിരിക്കുകയാണ്. His name was Ryan Thops. ഈ ക്ലാരയുടെ അമ്മ ഒരു ജെഹോവാസ് വിറ്റ്നസിന്റെ, ഇപ്പൊ നമ്മൾ കാത്തലിക് പ്രൊട്ടസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന പോലെ ജെഹോവാസ് വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവര് എന്താന്ന് വെച്ചാൽ they believed in only one God. ഒറ്റ ദൈവത്തിലാണ് അവർക്ക് വിശ്വാസം. എന്ന് വെച്ചാൽ നമ്മള് ഇപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന ഹോളി ട്രിനിറ്റി ഉണ്ടല്ലോ, അതിൽ വിശ്വസിക്കുന്നില്ല. they believe in only one God and they are against holy trinity. സോ ഹോർട്ടൻസ് ബോർഡൻ, ക്ലാരയുടെ അമ്മ അതിൽ വിശ്വസിക്കുന്നു. ആൻഡ് ഇങ്ങനെയുള്ളവര് ഈ ഒരു ഗ്രൂപ്പ് ദേ ബിലീവ് ഇൻ ദ എൻഡ് ഓഫ് ദ വേൾഡ് സൂൺ, വൈകാതെ ലോകം അവസാനിക്കുമെന്നും കൂടെ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ക്ലാര ഓൾറെഡി ഹാഡ് എ ബോയ് ഫ്രണ്ട് കോൾഡ് റയാൻ ടോപ്സ്. അത് അവളുടെ ഫസ്റ്റ് ബോയ് ഫ്രണ്ട് ആണ്. ദേ സ്റ്റഡി ടുഗെദർ ഇൻ സ്കൂൾ, ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ആൻഡ് ഹി ഹാഡ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈഫ്, ഫുൾ ഡ്രഗ്സും അല്ലെങ്കിൽ ഡ്രഗ് വളർത്തിക്കൊണ്ട് വരുന്ന ചെടികളും കാര്യങ്ങളും ഒക്കെ റേസ് ചെയ്ത് കൊണ്ടുവരുന്നതും, പിന്നെ ഒരു കമ്മ്യൂൺ ലൈഫ് എന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് കുറെ, ഇപ്പൊ ഹിപ്പി ടൈപ്പ് ഒരു ലൈഫായിരുന്നു അയാളുടെ. അപ്പോൾ പതുക്കെ ഇവളെയും അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നു. ആൻഡ് വൺ ഓഫ് ദി പ്രൈസ്ഡ് പൊസിഷൻസ് ഓഫ് റയാൻ ടോപ്സ് ഇസ് എ ഗ്രീൻ വെസ്പ സ്കൂട്ടർ. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, ക്ലാര അമ്മയുടെ പാത പിന്തുടർന്ന് ഫുള്ളി ഇൻവോൾവ് ആയിട്ടല്ല, ചെയ്യണമല്ലോ എന്ന് കരുതി ഷി ഗോസ് ആസ് എ വോളണ്ടിയർ ടു ഡിഫറെന്റ് ഹോംസ്. ഈ ജെഹോവാസ് വിറ്റ്നസ് എന്ന കോൺഗ്രിഗേഷൻ അവരുടെ ഗ്രൂപ്പിന്റെ പ്രചരണത്തിനായിട്ട് ഓരോ ഡോറ് കയറി അവസാനം റയാൻ ടോപ്സിന്റെ വീടിന്റെ അവിടെ എത്തുമ്പം എന്തോ ഒരു താഴെ വീഴോ കാല് പൊട്ടോ എന്തോ ചെയ്യും. ആൻഡ് റയാൻ ഹെൽപ്സ് ഹർ. അങ്ങനെയാണ് ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ തമ്മിലൊരു റിലേഷൻ ബിൽഡപ്പ് ആവുന്നത് അങ്ങനെയാണ്. And one day, Ryan, he comes to visit Clara, but instead meets her mother. കുറച്ചു നേരം അമ്മയുടെ കൂടെ ഇരിക്കുമ്പോഴേക്കും റയാൻ is very much influenced by Hortense, her mother, and he also starts believing this group, Jehovah's Witness. Okay, പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഹോർട്ടൻസും റയാനും ഈ ഒരു ഗ്രൂപ്പിലേക്കായി, പക്ഷെ ക്ലാര is not a believer. Okay, so one day when they were both riding in this vehicle, Vespa scooter, ഇവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നുണ്ട്. റയാൻ is forcing her to join the congregation, പക്ഷേ she won't.
ആ സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഷീ ലൂസസ് ഹെർ ഫ്രണ്ട് ടൂത്ത്. നോട്ട് വൺ മെനി. സോ ഫ്രണ്ട് ടീത്ത് കുറെ പോകുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി സിംബോളിക്, മെറ്റഫോറിക്കൽ ആയിട്ട് പറയാം. ഒരു ബിലീഫിന്റെ അല്ലെങ്കിൽ ലോസ് ഓഫ് റൂട്ട്സ് അല്ലെങ്കിൽ ലോസ് ഓഫ് ബിലീഫ്സ് എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ മേ ബി ദ എൻഡ് ഓഫ് ദ റിലേഷൻ. ടീത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ഹ്യൂമൻ ബോഡി. സോ മേ ബി ഹർ ടീത്ത് സംസാരിക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, വേണ്ട കാര്യമാണ്. മേ ബി ഷീ ലൂസസ് ഹർ വോയിസ് ഓഫ് എക്സ്പ്രഷൻ, പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദേ ബ്രേക്ക് അപ്പ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ക്ലാര ഇസ് മീറ്റിംഗ് ആർച്ചി ആൻഡ് ദേ സൂൺ മാരീസ് ഓഫ്. വൈകാതെ അവർ കല്യാണം കഴിക്കുന്നുണ്ട്. സോ ആർച്ചി ഇസ് എ ബിറ്റ് എൽഡർ ടു ക്ലാര. നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് അവർ തമ്മിൽ. പിന്നെ ഇവരുടെ കല്യാണം പറയുന്നത് ഇവർ ഡ്രസ്ഡ് അപ്പ് ആസ് എ ക്യാറ്റ് ആൻഡ് എ ഡോഗ്. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് എന്താ പോകുന്നത്. അവിടുത്തെ ക്ലർജി വാസ് ഓൾസോ ഐ മീൻ വെഡിങ് ഔട്ട്ഫിറ്റ് കാറ്റിനെ ഡോഗിനെയും കണ്ടിട്ട് രജിസ്ട്രാർ തന്നെ ഹി വാസ് ആക്ച്വലി ഷോക്ക് ടു സീ ദം ഇൻ സച്ച് എ ഡ്രസ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ആർച്ചി ആൻഡ് സമ്മത് ദേ മീറ്റ് അഗെയിൻ. ഈ ഒരു സമയമാകുമ്പോഴേക്കും സമ്മതിന് വേറെ കുറെ റിലീജിയസ് ആണ്, എന്നാലും ഈ ബിലീവ് ദാറ്റ് മംഗൾ പാണ്ഡെ വാസ് ഹിസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അത് എത്രമാത്രം സത്യമാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററിക്കൽ ട്രൂത്ത് ഉണ്ടോ ഈ പറയുന്ന വിശ്വസിക്കാവുന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. മംഗൾ പാണ്ഡെ യു റിമെമ്പർ റൈറ്റ്? ഇപ്പം 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ശരിക്കും തുടങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഗൺ ഷോട്ടിൽ നിന്നാണ്. ആമിർ ഖാന്റെ ഫിലിം ഒക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. സോ സമ്മത് ഇസ് എ മുസ്ലിം, മംഗൾ പാണ്ഡെ ബീങ് എ ഹിന്ദു, വി ഡോണ്ട് നോ ഹൗ ഫാർ this can be recorded as a truth. അതിലും കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് തോന്നില്ല. Okay, so Samad being a Bangladeshi, he moved to England with his young wife Alsana, and they have twin sons. Okay, Magid and Millet. Twin brothers ആയിട്ട് മഗിദും മില്ലറ്റും ഉണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും എല്ലാ റിലീജിയസ് റൂൾസും ഒക്കെ ഫോളോ ചെയ്ത് വളർത്തണം എന്നായിരുന്നു സമദിന്റെ ആഗ്രഹം. പക്ഷെ മഗിദ് എന്താ വളരെ വെസ്റ്റേൺ രീതിയിലേക്ക് പോകുന്നത് കണ്ട് വൺ ഡേ ഇറ്റ് വാസ് ഹിസ് ബർത്ത്ഡേ, വീട്ടിൽ വന്നിട്ട് മാർക്ക് സ്മിത്തിന് ഉണ്ടോ എന്ന് ചോദിക്കും. മാർക്ക് സ്മിത്ത് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടോ എന്നൊരു ഗ്രൂപ്പ് വന്ന് ചോദിക്കുമ്പോൾ മഗിദ് ഹി ആക്ച്വലി ഇമാജിൻസ് ഹിംസെൽഫ്, അഭിനയിക്കില്ലേ, ഞാനാണ് മാർക്ക് സ്മിത്ത് എന്നുള്ള രീതിയിൽ he actually enacts himself to be Mark Smith, and he calls his mother അമ്മ എന്ന് വിളിക്കുന്നതിന് പകരം മോം എന്നൊക്കെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഇത് ഒരു ഷോക്കാണ് അൽസനയ്ക്കും സമദിനും. ആൻഡ് മഗിദ് is soon sent to ബംഗ്ലാദേശ്. എന്തിനാന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് റിലീജിയസ് രീതിയിൽ, മുസ്ലിംസിന്റെ രീതിയിൽ, റിലീജിയസ് രീതിയിൽ വളരാൻ വേണ്ടിയാണ് മഗിദിനെ വിടുന്നത് ബംഗ്ലാദേശിൽ. മില്ലറ്റിനെ വിടാത്തത് എന്താന്ന് വെച്ചാൽ ഹീസ് എ very good football player, but ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട്, he is the best striker, so he is not sent. What happens is later Magid becomes an atheist. വളരെ റിലീജിയസ് ആവാൻ വേണ്ടി വിട്ട മകൻ നിരീശ്വരവാദി ആയിട്ട് മാറും. ഫുള്ളി ഇൻടു സയൻസ്, സയൻസിലേക്ക് മാത്രം ഫുള്ളി തിരിഞ്ഞ് അങ്ങ് പോകും. മില്ലറ്റ് ആണെങ്കിലോ he becomes a womanizer and also വളരെ ബിയർ ഡ്രിങ്കിങ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വേറൊരു രീതിയിലേക്ക് പ്രൊമിസ്ക്വസ് ആയിട്ട് പോകും. ആൻഡ് അറ്റ് വൺ പോയിന്റ് he has this resentment against ഇംഗ്ലണ്ട്. എന്നുവെച്ചാൽ ബംഗ്ലാദേശി ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടർക്ക്, മുസ്ലിംസ് ആയിക്കോട്ടെ നാട്ടുകാർക്കായിക്കോട്ടെ, തേർഡ് വേൾഡിൽ നിന്ന് വന്നവർക്കൊന്നും പ്രോപ്പർ ആയിട്ടൊരു കൺസിഡറേഷൻ ഈ നാട്ടിൽ കിട്ടുന്നില്ല എന്നുള്ള ദേഷ്യം ഇങ്ങേയറ്റം, ആ ഒരു ആങ്കർ പ്രൊട്ടസ്റ്റ് ഒക്കെ ഈ അറ്റമായിട്ട് he also protests against Rushdie, സൽമാൻ റുഷ്ദിയുടെ സേറ്റാനിക് വേഴ്സസ്, അറിയാം അത് ബാൻ ചെയ്തതൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ പ്രൊട്ടസ്റ്റിലും ഇദ്ദേഹം പങ്കെടുത്തു. ആൻഡ് ഹി ഓൾസോ ജോയിൻസ് കെവിൻ, മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഗ്രൂപ്പിൽ മില്ലറ്റും ചേരുന്നു. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ സമദ്സ് ഫാമിലി. സമദ് മാരീഡ് അൽസന. അൽസന എന്ന് പറയുന്നത് ഒരു മീക്ക് ജെന്റിൽ വൈഫ് ആണെന്നാണ് സമദിന്റെ വിചാരം. പക്ഷെ അൽസന ഷീസ് എ വെരി സ്ട്രോങ് ലേഡി. പലപ്പോഴും സമദിന് പ്രോപ്പറായിട്ട് ശമ്പളമോ കാര്യങ്ങളോ ഒക്കെ കിട്ടാത്തപ്പോൾ ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല തയ്ക്കുന്നത് വഴി, സോയിങ് വഴി, ടൈലറിങ് വഴി അൽസന ഷീ ഫൈൻഡ്സ് എ മീൻസ് ഓഫ് ലിവിങ്. ഫിനാൻഷ്യലി വളരെ ഇതായിട്ട് ആ ഒരു ഫാമിലി കൊണ്ടുപോകുന്നുണ്ട് അൽസന. പിന്നെ മഗിദിനെ ബംഗ്ലാദേശിലേക്ക് വിടുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ഷോക്ക് ഫോർ അൽസന.
അപ്പോൾ അത് ഇവർ തമ്മിലുള്ള ഫാമിലി റിലേഷൻ കുറച്ചൊന്ന് എന്താ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയുന്നു, അങ്ങനെയൊക്കെ ഇവർ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ഇടയ്ക്ക് ഒരു സ്ട്രെയിൻഡ് ആവുന്നുണ്ട്. So this is Samat's family. And what happens to Archie is Archie divorced Ophelia, married Clara, and they have a daughter, Erie. ഇതാണ് അവിടെ. And she is not very self-confident. കുറച്ചൊരു എന്താ കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ട് മകൾക്ക്. ഓക്കെ, ഇതാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. Then ഇനി there is a Jewish Catholic family. ഈ മഗിദ്, മില്ലറ്റ് ആൻഡ് ഈറി, ഇവര് 3 പേരില് ഈ മഗിദ് പോയി ബംഗ്ലാദേശ്, മില്ലറ്റും ഈറിയേ ഉള്ളൂ. ഓക്കെ, ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി ജൂയിഷ് കാത്തലിക് ഫാമിലി ഒരു ഷാൽഫൻസ് എന്ന് പറയുന്ന 2 പേരെ ഈ സ്കൂള് ഇവരെ ട്യൂട്ടർ ചെയ്യാൻ വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നു. ദേ ആർ എഡ്യൂക്കേറ്റഡ് അറ്റ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ്. സോ അവിടെയുള്ള 2 പേര് ഹസ്ബൻഡും വൈഫും. ഹസ്ബൻഡ് ഇസ് മാർക്കസ് ഷാൽഫൻ. ഹീസ് എ യൂണിവേഴ്സിറ്റി ലെക്ചറർ, ജെനറ്റിസിസ്റ്റ് ആണ്. ഓക്കെ, and he is involved in a project called Future Mouse Project. അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എലികളെ പിടിച്ചിട്ട് കാർസിനോജൻസ് ഇൻജെക്ട് ചെയ്യും, എന്ന് വെച്ചാൽ ക്യാൻസർ കോസിങ് സെൽസ് ഇൻജെക്ട് ചെയ്തിട്ട് ഇവരിൽ വളരുന്ന ട്യൂമർ, ലിവിങ് ട്യൂമർ ഒക്കെ പഠിക്കുകയും കാര്യങ്ങളും ഒക്കെയാണ് ഷാൽഫൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ജോയ് ഷാൽഫൻ വൈഫ് എന്ന് പറയുന്ന ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ആണ്. ഗാർഡനിങ് അവര് ബുക്കൊക്കെ എഴുതി പബ്ലിഷ് ചെയ്ത ഫേമസ് ഒക്കെയാണ്. ഇവർ 2 പേരും ഒരു വൈറ്റ് പീപ്പിളിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു എന്താ വെസ്റ്റ് ആണ് എല്ലാം എന്ന് വിചാരിക്കുന്ന 2 പേരാണ്. ഇതിലേക്ക് സ്ലോലി ഐറി ഷീ വർക്ക്സ് ആസ് എ സെക്രട്ടറി ടു മാർക്കസ്. അതുപോലെ മഗിദ് അവിടെ ചെന്നിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതാണ് ജോയ്സുമായിട്ട്, ജോയ് ഷാൽഫൻ ആൻഡ് മാർക്കസ്. അപ്പോൾ ജോയ് ഷാൽഫൻ എന്ന് പറഞ്ഞാൽ ഈ ചെടിക്കൊക്കെ എന്തെങ്കിലും എന്താ കീടാണോ എന്തെങ്കിലുമൊക്കെ കീടങ്ങളൊക്കെ വന്ന് ചെടി നശിച്ചു തുടങ്ങുമ്പോൾ അതിനെ പരിചരിക്കില്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ പിള്ളേരെ നന്നാക്കണം എന്നുള്ള രീതിയിൽ ജോയ്സ് വിചാരിക്കുന്നത്. എന്തോ എന്താ കുറച്ച് അപകടങ്ങളൊക്കെ പറ്റിയ ചെടിയെ ഇങ്ങനെ ശുശ്രൂഷിച്ച് റെഡിയാക്കി കൊണ്ടുവരാം. അതേ ഒരു സെറ്റപ്പാണ് ഐറയും മില്ലറ്റിനെയും ട്യൂട്ടർ ചെയ്ത് റെഡിയാക്കണം. പക്ഷെ ഇവർ പഠിപ്പിക്കുന്ന മുഴുവനും വൈറ്റ് വാല്യൂസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, ആൻഡ് അൽസന ആൻഡ് ക്ലാര. അൽസന ആരാ? ഇവരുടെ 2 പേരുടെയും മഗദിന്റെയും മില്ലറ്റിന്റെയും അമ്മ. ക്ലാര എന്ന് പറയുന്നത് ഈറിയുടെ അമ്മ. ഇവർ 2 പേരും സ്കെപ്റ്റിക്കൽ അബൌട്ട് ഷാൽഫൻസ്. കാരണം ഇവർ കൂടുതൽ ടൈം ഈ ഷാൽഫൻസിന്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന കാണുമ്പോൾ ദേ ബിക്കം മോർ സ്കെപ്റ്റിക്കൽ ആഫ്റ്റർ ഓൾ ദെയർ പേരൻസ്. ഓക്കെ, ഇനി ഇവരുടെ മക്കള് ജോയ്സിന്റെയും മാർക്കസിന്റെയും മക്കളിൽ ഇളയാള് ജോഷുവ. He is actually against this father's mouse project. Okay, he joins a radical animal rights group called FATE, Fighting Animal Torture and Exploitation. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് ഫാമിലിയിൽ നിന്ന് തന്നെ റിബലുണ്ട്, സ്വന്തം മകൻ തന്നെ അച്ഛനെതിരെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ ഷാൽഫൻസ് ഫാമിലി. ഇനി വേറൊരാള് അബ്ദുൾ മിക്കി എന്ന് പറഞ്ഞിട്ട്, ഹീസ് എ ഷെഫ്, വെയിറ്റർ ആൻഡ് ഓണർ ഓഫ് ഓഫ് ഓണേഴ്സ് പൂൾ റൂം. പൂൾ റൂം എന്ന് പറയുന്നത് ഇമെൻസ് റിക്രിയേഷണൽ സ്പേസ് ആണ്. നമ്മൾ ബാർ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ പബ് എന്നൊക്കെ പറയുന്ന പോലെ ആണുങ്ങൾക്കുള്ള ഒരു റിക്രിയേഷണൽ സ്പേസ് ആണ്. ഇവിടെ എന്നും സമതും ആർച്ചിയും ഒരു 2 മണിക്കൂർ എന്നും സ്പെൻഡ് ചെയ്യും. അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇഷ്യൂസിൽ നിന്നൊന്ന് റിലീഫ്, അവരുടെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒന്ന് കിൻഡിൽ ചെയ്യാൻ ഇന്നും അവരുടെ ഒരു എന്താ ഒരു സമാധാനപരമായിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മിക്കിയുടെ റിക്രിയേഷണൽ സ്പേസ്. അവിടെ മിക്കി എന്ന് പറയുന്നതും കുറച്ചൊരു റിലീജിയസ് ഗൈ ആണ്. ഹി ഡസൻറ്റ് സെർവ് പോർക്ക്, റിലീജിയൻ ഫോർബേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി നോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു. സമത് ആൻഡ് ആർച്ചി നല്ല ഫ്രണ്ട്സ് ആണെന്നറിയാം. And he also puts up a portrait of Mangal Pandey for Samath. Samathinte മുത്തച്ഛനാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ വേണ്ടി he puts a portrait of Mangal Pandey there. പിന്നെ അതെടുത്ത് മാറ്റുന്നുണ്ട്. Okay, so ഇനി what happens is see, this is a very complicated narrative. So കഥയായിട്ട് ഒരു ഫ്ലോയിൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. Before Magid is sent abroad, അവർക്കൊരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഹാർവെസ്റ്റ് ഫെസ്റ്റിവലില് what happens is these 3, ഐറി പിന്നെ 2 ട്വിൻസ് ഉണ്ടല്ലോ, ആരാ, മഗിദ് ആൻഡ് മിക്കി, they go to JP ഹാമിൽട്ടൺ, ഒരു വെസ്റ്റാണിന്റെ അടുത്ത് എന്താ ഈ നമ്മള് പിരിവിന് പോയി അതേപോലെ പോകും. And at that time, he asked these 3 kids, how many times have you brushed your teeth? And Irie says 2.5.
Then he starts a lecture. He starts saying clean white teeth is a must for children. Natives of Congo are in trouble because of their white teeth. കാരണം പല്ല് വെളുത്തിരിക്കണം, അല്ലെങ്കിൽ നേറ്റീവ്സ് ഓഫ് കോങ്കോ എന്ന് പറഞ്ഞാൽ കറുത്തിട്ടാണല്ലോ, അപ്പൊ അവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അവരുടെ വൈറ്റ് ടീത്ത് വെച്ചിട്ടാണ്. സോ മിക്കവാറും അവർ ഗൺ ഷോട്ട്സിന് ഇടയാവാൻ കാരണം അവരുടെ പല്ലാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇയാൾ പറയും. ആൻഡ് ഹി ഓൾസോ സേസ് tooth decay would cost you your social and romantic life. പല്ല് കേടായ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫും പോവും, സോഷ്യൽ ലൈഫും പോവും. എന്ന് വെച്ചാൽ പല്ല് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് എന്നുള്ള രീതിയിൽ ഇയാൾ ലെക്ചർ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഹി വണ്ടേഴ്സ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് വിസ്ഡം ടൂത്ത്. നമുക്കൊക്കെ എന്തിനാ വിസ്ഡം ടൂത്ത് എന്നൊക്കെയുള്ള രീതിയിൽ ഇയാൾ തന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന്റെ ഇടയിൽ ദീസ് ട്രയോ ദേ ഫ്ലീസ്, ഈ 3 പേരും രക്ഷപ്പെടും. ഇയാൾ ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ ഇടയിൽ ഇവർ രക്ഷപ്പെടും. ഇനി ടീത്ത് എന്നുള്ളത്, സി വൈ ഇസ് ദിസ് നോവൽ ടൈറ്റിൽഡ് ടീത്ത്? ദർ ഇസ് എ റെക്കറിംഗ് മോട്ടീവ്. അത് ഫൈനൽ പറയാം. വാട്ട് ഹാപ്പൻസ് ഇസ് ഐറി ഹാസ് എ റിലേഷൻ വിത്ത് മാഗിത് ആൻഡ് മില്ലറ്റ്. ശരിക്കും ഷീസ് ഇൻ ലവ് വിത്ത് മാഗിത്, പക്ഷെ മാഗിത് ഡസൻറ്റ് റെസിപ്രോക്കേറ്റ്. അയാൾ കുറച്ചും കൂടെ മറ്റേ എന്താ പറയാ, വേറെ ഇൻവോൾവ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് റെസിപ്രോക്കേറ്റ് ചെയ്യില്ല. But she actually sleeps with Magid and later sleeps with Millet, and she becomes pregnant. പക്ഷേ ഈ കുട്ടി ആരുടെയാണ് ഇവൾക്ക് അറിയില്ല. Okay, so such a complex relationship build up between them. And Millet, he is actually involved in Kevin. ഞാൻ പറഞ്ഞില്ല, ഒരു റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പിലേക്ക് തിരിയുന്നു. ജോഷുവ ആ ഒരു ആനിമൽ റെസ്ക്യൂ അല്ലെങ്കിൽ ആ ഒരു എത്തിക്കൽ ഇഷ്യൂ റിലേറ്റ് ചെയ്ത് ആനിമൽ റെസ്ക്യൂ ഇതിലേക്ക് തിരിയുന്നു. ക്ലാരാസ് മദറാണ് ഹോർട്ടൻസ്. ഷീ ഈസ് ഓൾറെഡി പാർട്ട് ഓഫ് ജെഹോവാസ് വിറ്റ്നസ്. അപ്പൊ ഇവര് 3 സംഘടനകളും ഈ ഒരു മാർക്കസിന്റെ ഫ്യൂച്ചർ മോസ് പ്രൊജക്ടിനെതിരെ, കാരണം ഇവര് വിശ്വസിക്കുന്ന മതപരമായിട്ടുള്ള സംഘടനയാണെങ്കിലും ആനിമൽ സപ്പോർട്ടിംഗ് സംഘടനയാണെങ്കിലും ഈ ഒരു ക്രിസ്ത്യൻ ജെഹോവാസ് വിറ്റ്നസ് ആണെങ്കിലും ദേ ആർ അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റിംഗ് ആനിമൽസ് അല്ലെ. മൗസ് ആണെങ്കിലും അതിനെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി, സെൽഫിഷ് ആയിട്ടുള്ള ഒരു മോട്ടീവിന് വേണ്ടി, മേ ബി ദാറ്റ് ഇസ് നോട്ട് സോ ഗുഡ് അല്ലെ. ഒരു ഡീകൺസ്ട്രക്റ്റിംഗ് രീതിയിലുള്ള എന്താ എന്തിതും ഡിസ്ട്രക്ഷന് പോസിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് കാർസിനോജൻ ഇൻജെക്ട് ചെയ്യാന്ന് പറയും. അപ്പോൾ ദേ ആർ അഗൈൻസ്റ്റ് ദ പ്രൊട്ടസ്റ്റ്, ദേ ആർ ടുഗെദർ ഇൻ ദ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് മാർക്കസ് ഫ്യൂച്ചർ മോസ് പ്രോജക്ട്. ഇവരെല്ലാവരും ചേർന്ന് ഡെമോൺസ്ട്രേറ്റ്, അവരുടെ ഒരു പ്രൊട്ടസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ഈ പെരറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് ഇതിന്റെയൊക്കെ എന്താ ഫൗണ്ടിങ് സ്ഥാപനം, അതിനെതിരെ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തും. ആൻഡ് ദേ ഫൈൻഡ് ഔട്ട് ദാറ്റ് ദ ഫൗണ്ടർ ആൻഡ് ദ സയന്റിസ്റ്റ് ബിഹൈൻഡ് ദിസ് ഇസ് ഡോക്ടർ പെരറ്റ്. എന്ന് ഓർമ്മയില്ലേ, ആദ്യം ഡോക്ടർ സിഖ്, ഡോക്ടർ പെരറ്റ്, ഇവർ വെറുതെ വിട്ട ആ ഒരു അല്ലെങ്കിൽ ഇവർക്ക് പിടിക്കാൻ കഴിയാതെ പോയ അയാളാണ് ഇതിന്റെയും എല്ലാം എന്താ ഉറവിടം അല്ലെങ്കിൽ ഫൗണ്ടറും അതിൻ്റെയൊക്കെ എന്താ മെയിൻ ആണിക്കല്ല് ഇയാളാണെന്നുള്ളത് മനസ്സിലാക്കും. സോ അറ്റ് ദിസ് ടൈം സമദ് ഗെറ്റ്സ് വെരി ആംഗ്രി. തന്നെ കൊല്ലേണ്ടതായിരുന്നില്ല ഇവനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റേസ് ആവും. At that time Millet advances with a gun, maybe to kill the owner or maybe to shoot against the people there. പക്ഷെ ആർച്ചി steps in, അവിടെ വെച്ചൊരു കമോഷൻ ഉണ്ടാവും ആൻഡ് ദ മൗസ് എസ്കേപ്സ്. ഈ ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരിക്കുന്ന ആ ഒരു എന്താ കേജിനുള്ളിലുള്ള മൗസ് ഇറ്റ് എസ്കേപ്സ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ടുവേർഡ്സ് ദി എൻഡ് ഒരു ഡിഫറെന്റ് എൻഡ് ഗെയിം പോലെയാണ് ഈ ഒരു നോവൽ എൻഡ് ചെയ്യുന്നത്. മാഗിത് ആൻഡ് മില്ലറ്റ് ഇത്രയും കമോഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ദേ ആർ ആക്ച്വലി പ്രിസൺ അല്ല, ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു കമ്മ്യൂണിറ്റി സർവീസ്. കാരണം ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കി എഗെയിൻസ്റ്റ് ദ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് 2 പേർക്കും പണിഷ്മെന്റ് കിട്ടാൻ കാരണം ഇവരെ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാഴ്ചക്കാരൊക്കെ പറയുന്നത് 2 പേരും ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ള വിറ്റ്നസ് വരുന്നത് കൊണ്ട് ബോത്ത് ഓഫ് ദം ആർ sentenced for punishment, like they have to do community service. And Irie, she delivers a baby girl. Irie ഉണ്ടാവുന്നത് ഡോട്ടർ ആണ്. And Irie they are together with Joshua, Irie and Irie's daughter. 3 പേരും ഒരുമിക്കുന്നു and they follow Horton's belief. എന്നുവെച്ചാൽ ഈ ഒരു യഹോവ അല്ലെങ്കിൽ യഹോവാസ് വിറ്റ്നസ് എന്നുള്ള ആ ഒരു കോൺഗ്രിഗേഷനിൽ ഇവർ 3 അമ്മയുടെ കൂടെ ചേരും. ഓക്കെ, ക്ലാരാസ് മദറിന്റെ കൂടെ ചേരും.
ലൈക്ക് ഗ്രാൻഡ് മദറിന്റെ കൂടെ ഐറി ചേരുന്നു എന്നുള്ളതാണ്. ആൻഡ് മിക്കി ഓപ്പൺസ് അപ്പ് ഹിസ് പബ് ടു വിമൻ where Archie and Summer enters with their wives. Towards the end, ആ ഒരു വുമൻ ഫ്രണ്ട്ലി ആയിട്ട് കൂടെ ആണുങ്ങളെ മാത്രമേ കേറ്റൂ എന്നുള്ളത് മാറ്റി ഇവരെയും കൂടെ എൻ്റർ ചെയ്യുന്ന വെച്ചാണ് നോവൽ കഴിയുന്നത്. ഓക്കെ, സോ ഇതിൽ ഈ ഒരു റെക്കറിങ് മോട്ടീവായിട്ട് ടീത്ത് വരുന്നുണ്ട്. കാരണം ടീത്ത് എന്ന് പറയുന്നത് ആൻ ആസ്പെക്ട് ഓഫ് ബ്യൂട്ടി. പെർഫെക്റ്റ് ടീത്ത് എന്ന് പറയുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, മച്ച് സോട്ട് ആഫ്റ്റർ ട്രേറ്റ്, ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഫോമിങ് എ പേഴ്സൺസ് ഐഡന്റിറ്റി. സോ ഇതിൽ ആദ്യത്തെ ഒരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഹാമിൽട്ടനുമായിട്ടുള്ള എൻകൗണ്ടർ ആണ്, ടീത്തിനെ കുറിച്ച് പറയുന്നതും കാര്യങ്ങളും. സെക്കൻഡ് എന്ന് പറയുന്നത് ക്ലാര സ്കൂട്ടറിൽ വെസ്പയിൽ പോകുമ്പോൾ പല്ല് പോകുന്നുണ്ട് അല്ലെ, ഒരു ആക്സിഡന്റിൽ പല്ല് പോകുന്നു. പലയിടത്തും ഈ ഒരു ടീത്ത് എന്ന് പറയുന്ന റെക്കറിങ് മോട്ടീഫാണ്. ഈ വൈറ്റ്നെസ് ഓഫ് വെസ്റ്റേൺ വാല്യൂ. അപ്പൊ വൈറ്റ് ടീത്ത് എന്ന് പറയുന്നത്, വൈറ്റ് ഓൾവേസ് റെപ്രസെന്റ്സ് ബെസ്റ്റ് അല്ലെ. അപ്പൊ അവർ ഇമ്പാർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പോലെ വൈറ്റ് ആണ്, വൈറ്റ് വാല്യൂസ്, വൈറ്റ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ വൈറ്റ് ടീത്ത് വേണം എന്ന് അവർ പറയുമ്പോൾ ആ ഒരു വൈറ്റ്നെസ് ഓഫ് വെസ്റ്റേൺ വാല്യൂസ് എൻഫോഴ്സ് ചെയ്യാണ് അല്ലെ. അപ്പൊ ഇതിലെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് നാഷണൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ ഐഡന്റിറ്റി. ഇപ്പോ ഇതിലാകെ ഇംഗ്ലീഷ് മാൻ ആയിട്ടുള്ള ആർച്ചി മാത്രമാണ്. ഹിസ് വൈഫ് ഇസ് ജമൈക്കൻ, ഐറി എന്ന് പറയുന്നത് മിക്സ്ഡ് കൾച്ചറാണ്. അപ്പൊ അവരും ഒരു നേറ്റീവ് ഇംഗ്ലീഷ് ആയിട്ട് ആരും കാണുന്നില്ല. പിന്നെ ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞ സമതിനും പിള്ളേർക്കും ആണെങ്കിൽ അതിനപ്പുറം തേർഡ് വേൾഡ് കൺട്രി ആണ് അല്ലെ, കോളനൈസ്ഡ് ആയിട്ടുള്ളവരാണ്. അവർക്ക് they couldn't identify or relate themselves to this nation. They are unable to fit in the society. നമ്മൾ ഈ ഒരു പല കൾച്ചറൽ ഹൈബ്രിഡിറ്റി പറയും. ഇപ്പൊ കാനഡയൊക്കെ പറയുമ്പോൾ പല ടൈപ്പ് ആൾക്കാർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് ജീവിക്കും. അമേരിക്കയെ കുറിച്ചൊക്കെ പറയും. രണ്ട് തിയറീസ് ആണ് യൂഷ്വലി പറയാം, മെൽറ്റിംഗ് പോട്ടും സാലഡ് ബൗൾ. സാലഡ് ബൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പല ടൈപ്പ് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിട്ടെ സാലഡ് നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ അതെല്ലാം കൂടെ ഒന്നാകും, പക്ഷെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി റീറ്റെയിൻ ചെയ്യും അല്ലെ. ഫ്രൂട്ട് സാലഡിലാണെങ്കിൽ നമുക്ക് ഓരോ കഷ്ണമായിട്ട് നമുക്ക് കിട്ടും, എന്നാൽ ഒരുമിച്ച് അതൊരു ഫ്രൂട്ട് സാലഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ കൾച്ചറേഷൻ ആണ്. നമ്മൾ ഇപ്പൊ ഇന്ത്യക്കാര്, ചൈനക്കാര്, അല്ലെങ്കിൽ എന്താ വേറെ പാകിസ്ഥാനിലുള്ളവര്, ബംഗ്ലാദേശിൽ എല്ലാവരും കൂടെ അമേരിക്കയിൽ പോവുകയാണെങ്കിലും നമ്മൾ ഇന്ത്യൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ പാകിസ്ഥാനി എന്നുള്ള ഒരു ഐഡന്റിറ്റി അവിടെ അവരെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു എന്താ ഒരു കൾച്ചറൽ ഒരു അക്കൾച്ചറേഷന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം. എന്നാൽ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോട്ടാണ്. പല പല ടൈപ്പിലെ പല പല നാഷണാലിറ്റീസിലുള്ളവര് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒന്നാവാണ്. ബോയിലിംഗ് പോട്ട് പോലെ നമ്മളെല്ലാം ഇട്ട് തിളപ്പിക്കുമ്പോൾ എല്ലാം കൂടെ ഒറ്റൊരു ടേസ്റ്റ് അല്ലേ വരും. അതിൽ ആ ഇൻഡിവിജ്വൽ ഇത് നമുക്ക് അത്രയും മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള സമത് വന്ന് ഇവിടെ പിള്ളേരും ഒക്കെ ആയിട്ട് സെറ്റിൽ ആവുകയാണെങ്കിലും അവർക്ക് ആ ഒരു കൾച്ചറലി അസിമുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവരെ എപ്പോഴും അതർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു ഇംഗ്ലീഷ് എന്താ വെസ്റ്റേൺ സൊസൈറ്റി എന്നുള്ള രീതിയിലേക്ക് they haven't been accepted. ആ ഒരു മൈഗ്രേഷൻ ക്രൈസിസ്, പിന്നെ പേഴ്സണൽ നാഷണൽ ഐഡന്റിറ്റി ഇഷ്യൂസ്, ഇപ്പോൾ വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ട്രോമ അല്ലെ, ഒരു ഹോംലെസ്നെസ് അല്ലെ, they were forced to live here. അപ്പോൾ അത് മാത്രമല്ല ഈ കംപ്ലീറ്റ് വർക്കിൽ there is a complicated structure, there is a complexity in narration. ഇത് കംപ്ലീറ്റ് ഇതായിട്ടില്ല. there are references to ഷേക്സ്പിയർ, ടെമ്പസ്റ്റിന്റെ കാര്യം, ഇപ്പോൾ ഈവൻ ദ നെയിം ഒഫീലിയ അല്ലേ, ഹാംലെറ്റിന്റെ ഒഫീലിയ. അപ്പൊ അങ്ങനെയുള്ള കുറെ റെഫറൻസസ് ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ, ആരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെ, ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി ആരുടെയൊക്കെ തമ്മിലാണ്, അങ്ങനെയൊക്കെ ഉള്ളതൊന്ന് നോക്കി, മെയിൻ തീംസ് നോക്കി വെക്കാം. വൈറ്റ് ടീത്ത് എന്നുള്ളത് എന്തുകൊണ്ടാണ് റെക്കറിംഗ് മോട്ടീഫ് ആവുന്നതെന്നും നോക്കി വെക്കാം. ഓക്കെ, താങ്ക് യു.